Welcome back, my dear students, on a new lecture on number theory. So, നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഓയിലർ 5 ഫംഗ്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ലെക്ചറിൽ അതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസും മറ്റുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് show that the sum of all integers which are less than a number capital N and prime to n is half into n into phi of n. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്നിനെക്കാട്ടിലും ലെസ്സർ ആയിട്ടുള്ളതും എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുമുള്ള ഇൻറ്റീജേഴ്സിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എൻ ഇൻറ്റു ഫൈ ഓഫ് എൻ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ for that we need a simple observation. So നമ്മുടെ ഒബ്സർവേഷൻ ഉള്ള എന്ന് പറയുന്നത് if x is an integer less than n which is relatively prime to n, then n minus x is also relatively prime to n. Okay, so x ഉം n ഉം റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n മൈനസ് എക്സും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എക്സിനും എന്നിനും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ 1 മാത്രമാണെങ്കിൽ n മൈനസ് എക്സിനും എന്നിനും കോമൺ ആയിട്ടുള്ള ഒരേ ഒരു ഫാക്ടർ 1 മാത്രമാണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്കിത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ ഗിവൺ ദാറ്റ് GCD ഓഫ് x, n is equal to 1. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് we have to prove that GCD of n minus x n is equal to 1. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. If possible, let GCD of n minus x n is equal to d and d is greater than 1, which means that d divides n minus x and d divides n. But d n minus x നെ d n നെ ഡിവൈഡ് ചെയ്യുന്നു, വിച്ച് ഇംപ്ലൈസ് d divides n minus n minus x. ഇതിനെ രണ്ടിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യും. സോ വിച്ച് ഇംപ്ലൈസ് d divides x. ഓക്കെ, സോ d divides n ആണ് d divides x ആണെങ്കിൽ GCD of x and n should at least be d, which is greater than 1. But we have assumed that GCD of x and n is equal to 1. So which is a contradiction. So which means that ഈ assumption തെറ്റായി പോയി. So GCD of n minus x and n is equal to 1 ആയിരിക്കും. Okay. So x ഉം n ഉം relatively prime ആണെങ്കിൽ n minus x ഉം n ഉം relatively prime ആണ്. Meaning x നും n നും കോമൺ ആയിട്ടുള്ള ഫാക്ടർ 1 മാത്രമേ ഉള്ളെങ്കിൽ n minus x നും n നും കോമൺ ആയിട്ടുണ്ടാകുന്ന ഫാക്ടർ 1 മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, we have proved this using contradiction. Okay, അതിനെക്കാട്ടിൽ വേറൊരു ഫാക്ടർ ഉണ്ടെന്ന് എടുക്കുക, അത് ഡിവൈഡ് ചെയ്യുന്നു. സോ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യുന്നു, d divides x, which means d divides x and d divides n, which means GCD of x and n is at least d, given that GCD of x and n is 1. So this is contradiction. So our assumption is wrong. GCD of n minus x n is greater than 1 എന്നുള്ള assumption ആണ് തെറ്റ്. So GCD of n minus x n is equal to 1 ആണ്. സോ ദിസ് ഈസ് ദി ഐഡിയ. ഓക്കെ, അപ്പം ഈ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ എക്സും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n മൈനസ് എക്സും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണ്. ദിസ് ഈസ് ദി ഐഡിയ. അപ്പം നമുക്ക് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഒരു ഇൻറ്റീജർ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള വേറൊരു ഇൻറ്റീജർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ദിസ് ഈസ് ദ ഐഡിയ. ഓക്കെ, സോ ലെറ്റ്സ് ടേക്ക് ഓൾ ഇൻറ്റീജേഴ്സ് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n. So denote, let's say 1 എപ്പോഴും എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ 1 p q r
etc. be integers less than n and relatively prime to n. Okay, and 1 corresponding ആയിട്ട് x corresponding ആയിട്ട്, so 1 എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ we can say that n minus 1 is relatively prime, p റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n minus p, q റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n minus q, r റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n minus r, using the previous result. Okay, അപ്പോൾ ഇങ്ങനെയുള്ള ഇന്റീജേഴ്സിന്റെ സം, let s be the sum, which means sum of all integers which are less than n, which are relatively prime to n. So s should be equal to 1 plus p plus q plus etc. plus n minus q plus n minus p plus n minus 1. Okay, ഇങ്ങനെ ടോട്ടൽ 5 of n integers ഉണ്ട്. Okay, കാരണം number of integers which are relatively prime to n is actually 5 of n. Okay, എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഇന്റീജേഴ്സിനാണ് 5 of n ആണ്. സോ ഇത് 5 of n ടേംസിന്റെ തുകയാണ്. ഓക്കെ, ഞാൻ ഇതിനെ തിരിച്ച് വീണ്ടും എഴുതുന്നു, അതായത് ലാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. സോ എസ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ആസ് n minus 1 plus n minus p plus n minus q plus etc. 1 plus p plus q. ഇങ്ങനെ നമ്മളിത് കൂട്ടുന്നു. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 plus 2 ഈസ് ആക്ച്വലി s plus s ഈസ് 2s. 2s ഈസ് ഈക്വൽ ടു, ഇത് കൂട്ടുമ്പോൾ n minus 1 plus 1 which is n, ഇങ്ങനെ കൂട്ടുന്നു, n minus p plus q which is n, n minus q plus q which is n. So etc. ഇവിടെയും q plus n minus q is n, p plus n minus p is n, 1 plus n minus n is n. ഓക്കെ, സോ ഇത് എന്നുകളുടെ സം ആണെന്ന് മനസ്സിലായി. ഇനി എത്ര ടേംസ് ഉണ്ട്? ടോട്ടൽ 1 തൊട്ട് n minus 1 വരെ 5 of n ടേംസ് ഉണ്ട്. സോ ദിസ് ഈസ് ആക്ച്വലി 5 of n ടേംസ്. Okay, so we can write it as 2s is equal to എന്നുകളുടെ തുകയാണ്, n 5 of n ടൈംസ് ഉണ്ട്. So this should be equal to n times 5 of n. Okay, and s is equal to 1 by 2 times n times 5 of n. s എന്ന് വെച്ചാൽ ഓൾറെഡി പറഞ്ഞ the sum of all integers less than n which are relatively prime to n is actually n is equal to half into n into 5 of n. So this is proved using the simple fact that x എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ n minus x ഉം എന്നുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആണ്. This is the only idea which is being used to prove this. Okay, so next we will be discussing about, for a prime number we have found 5 of n is equal to n minus 1. ഇനി പ്രൈമിന്റെ പവേഴ്സിന്റെ കേസിൽ നമുക്ക് 5 of n ഒരു ടോർഷൻ ഫംഗ്ഷന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. So which can be stated as a theorem which states that, so the result is, if p is a prime and k greater than 0, then phi of p raised to k is equal to p raised to k minus p raised to k minus 1, that is p raised to k into 1 minus 1 by p. അതായത് നമ്മളുടെ ഈ സ്റ്റെപ്പിന് ശേഷമുള്ള നമ്മുടെ ഈ സെക്ഷനകത്തെ ഡിസ്കഷൻസ്, നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 5 of n-ന്റെ വാല്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. സോ n പ്രൈം ആകുന്ന കേസിൽ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, 5 of n is equal to n. നെക്സ്റ്റ് ഈസ് n പ്രൈമിന്റെ പവർ ആകുമ്പോൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഈ രണ്ട് റിസൾട്ട് വെച്ചിട്ട് എന്ത് ആർബിട്രറി നാച്ചുറൽ നമ്പർ ആകുമ്പോൾ എന്ത് 5 of n-ന്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫൈനൽ ഒബ്ജക്റ്റീവ്. ഇതിലേക്കാണ് നമ്മൾ എത്താൻ ശ്രമിക്കുന്നത്. സോ അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്
ആദ്യം n പ്രൈം ആകുന്ന കേസിലുള്ള വാല്യൂ കണ്ടുപിടിച്ചതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് പിയുടെ പവേഴ്സിന്റെ കേസിലുള്ള phi of p raised to k യുടെ വാല്യൂസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ phi of p raised to k means we have to count the number of integers which are less than or equal to p raised to k and which are relatively prime to p raised to k. അതായത് 1നും p raised to kയ്ക്കും ഇടയ്ക്കുള്ള p raised to kയുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള, എന്ന് വെച്ചാൽ p raised to kയുമായിട്ട് കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യണം. ആ നമ്പേഴ്സിന്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദാറ്റ്സ് അവർ ഒബ്ജക്റ്റീവ്. So, in order to prove this, we need a particular result. The result is GCD of n and p raised to k is equal to 1 if and only if p does not divide n, or GCD of n and p is equal to 1. സോ എന്നിനും പിക്കും കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ എന്നിനും പി റൈസ് ടു കെയ്ക്കും എന്തുണ്ടാകില്ല, കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഉണ്ടാകില്ല. ഈ റിസൾട്ടാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പി റൈസ് ടു കെയുമായിട്ടുള്ള നമ്പർ ഓഫ് കോമൺ ഫാക്ടേഴ്സ് ആണ്. കോമൺ ഫാക്ടേഴ്സ് 1 ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിന്റെ എണ്ണമാണ്. ഓക്കെ, സോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 1 തൊട്ട് p raised to k വരെയുള്ള ഇൻറ്റിജേഴ്സ് ആണ്. ഈ 1 തൊട്ട് p raised to k വരെയുള്ള ഇൻറ്റിജേഴ്സിന്റെ അകത്ത് കോമൺ ഫാക്ടേഴ്സ് ഉള്ള ഇൻറ്റിജേഴ്സിനെ എല്ലാം ഒഴിവാക്കിയാൽ we get the result. സോ നമ്മൾ ഇവിടെ ചെയ്യുന്നത് p raised to k യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിന്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി ആർ ഡൂയിങ് എ നെഗറ്റീവ് പാർട്ട് ഓഫ് ദാറ്റ്. ദാറ്റ് ഈസ് p raised to k യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സ് എടുക്കും. ടോട്ടൽ ഇൻറ്റിജേഴ്സിൽ നിന്ന് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സിന്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ the rest of the integers should be relatively prime to p raised to k, which should be the answer of phi of p raised to k. This is what we are going to do. നമുക്ക് ടോട്ടൽ p raised to k ഇൻറ്റിജേഴ്സ് ഉണ്ട്, 1 2 3 etc. p raised to k. ഇതിൻ്റെ അകത്ത് p raised to k യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സിന്റെ എണ്ണം കുറച്ചാൽ the rest of the integers should be relatively prime to p raised to k, which should be the answer of phi of p raised to k, which is what we are going to do. Okay, so first we take all integers up to 1 2 3 etc. p raised to k. So take 1 2 3 etc. p raised to k integers. ഇതിൻ്റെ അകത്ത് p raised to k യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് ഉള്ള ഇൻറ്റിജേഴ്സ് ആണ് എടുക്കേണ്ടത്. സോ എമംഗ് ദീസ് മൾട്ടിപ്പിൾസ് ഓഫ് p ആൻഡ് p raised to k ഹാസ് എ കോമൺ ഫാക്ടർ p. പിക്കും പിയുടെ മൾട്ടിപ്പിൾസിനും p raised to k ക്കും കോമൺ ഫാക്ടർ p ഉണ്ട്. സോ എമംഗ് ദീസ് പിയുടെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള 1p 2p 3p etc. p raised to k minus 1p. ഈ നമ്പേഴ്സ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു p raised to k ആണ്. These numbers have common factor p with p raised to k minus p raised to k. ഈ നമ്പേഴ്സിനെല്ലാം പിയുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഈ നമ്പേഴ്സിനെല്ലാം p raised to k യുമായിട്ട് കോമൺ ഫാക്ടർ ഒരു p ഉണ്ട്. സോ GCD മിനിമം p ആണ്, which implies these are numbers which are less than p raised to k and relatively prime to not relatively prime to p raised to k. കാരണം ഇവിടെ GCD 1 കിട്ടത്തില്ല, കാരണം p കോമൺ ഫാക്ടർ ആണ്. സോ GCD മിനിമം p എങ്കിലും കിട്ടും. സോ ഇത് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1p 2p എക്സെട്ര p raised to k. ഇത് ടോട്ടൽ p raised to k minus 1 നമ്പേഴ്സ് ഉണ്ട്. സോ which means there are p raised to k minus 1 numbers among
in the 1, 2, 3, etc. p raised to k, which are not what? Relatively prime to p raised to k. അപ്പോൾ p raised to k യുമായിട്ട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത p raised to k minus 1 integers ഉണ്ട്. So phi of p raised to k should be equal to total integers p raised to k, അതിൽ നിന്ന് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത integers p raised to k minus 1. So this should be the answer. ഓക്കെ, ടോട്ടൽ ഇൻറ്റിജേഴ്സിൽ നിന്ന് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത ഇൻറ്റിജേഴ്സിന് എണ്ണം എടുക്കുമ്പോൾ റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള ഇൻറ്റിജേഴ്സിന് എണ്ണം കിട്ടും. പി റൈസ് ടു കെ കോമ എടുക്കുമ്പോൾ ദിസ് ഈസ് 1 പി റൈസ് ടു കെ ഇൻറ്റു 1 മൈനസ് 1/p. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദിസ് തിയറം. സോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഫൈ ഓഫ് പി റൈസ് ടു കെ ഇസ് പി റൈസ് ടു കെ മൈനസ് പി റൈസ് ടു കെ മൈനസ്. ചെക്ക് സം എക്സാമ്പിൾ. സോ ഫൈ ഓഫ് 3 സ്ക്വയർ ബൈ തിയറം 3 is prime. ഇവിടെ k is equal to 2, which is actually 3 square minus 3 raised to 1, which is 9 minus 3, which is 6. 9ഉമായിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള നമ്പേഴ്സ് 1ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, 2ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, 3ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല, 4ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, 5ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, 6ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം അല്ല, 7ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്, 8ഉം 9ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ദ ടോട്ടൽ ഇൻറ്റിജേഴ്സ് ഈസ് 1, 2, 3, 4, 5, 6. 6 integers on the which is correct. Okay. Similarly, phi of let's say 16, which is 2 raised phi of 2 raised to 4. 2 is prime, which is actually 2 raised to 4 minus 2 cube, which is actually 8. Next is phi of 5 square, which is phi of 5 square, 5 is prime, which is 5 square minus 5, which is 20. Okay, so using this result, we can easily find phi of p raised to k or Euler-Torsion values of various powers of prime numbers. Okay, ഇനി ഈ റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ജനറലി ഒരു നമ്പറിന്റെ വാല്യൂ ഫൈയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് റിഗാർഡിംഗ് phi of p raised to k. Thank you.